ഹായ് ഹലോ ഞാൻ ഒരുപാട് നാളായി വീഡിയോ ആയിട്ട് വന്നിട്ട് യൂട്യൂബിൽ ഏകദേശം 1 ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ലൈഫായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ടും വീഡിയോസ് ചെയ്യാറുള്ളത് വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതായത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള മെത്തേഡ്സും വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാറുള്ളത്. പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസൊക്കെയാണ് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വർക്കൗട്ടോ ഡയറ്റോ ഒന്നും ഈ ഒരു കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ചെയ്തിട്ടില്ല വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാതെ ഞാൻ നിങ്ങൾക്കത് വെറുതെ ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയിടുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വാട്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ്റെ വീഡിയോ ആയിരുന്നു, റിവ്യൂ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അത് വാങ്ങിച്ച് ഉപയോഗിച്ച് കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു മുഖത്തുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സ്കിൻ ടാഗ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ പറ്റി പിടിച്ച് ഉണ്ടാകുന്ന സ്കിൻ ടാഗ്. ഞാൻ ഇവിടെ സൈഡിൽ ഫോട്ടോ കാണിക്കാം. അപ്പോൾ അങ്ങനത്തെ സ്കിൻ ടാഗ് റിമൂവ് ചെയ്യാൻ ഈ മെഡിസിൻ കൊണ്ട് പറ്റുമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ മെഡിസിൻ കൊണ്ട് അങ്ങനത്തെ സ്കിൻ ടാഗ് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ ആകും. ആ ഒരു മെഡിസിൻ സ്കിന്നിലാകുന്നത് ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മെഡിസിൻ ഇങ്ങനെയുള്ള സ്കിൻ ടാഗിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വലിയ വാട്സ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ചെറിയ വാട്സിന് അത് തീർത്തും ആ ഒരു മെഡിസിൻ അത്ര യൂസ്ഫുൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫേസിലും ഒരുപാട് ഇതുപോലത്തെ ചെറിയ ചെറിയ സ്കിൻ ടാഗ്സ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് 1-2 അപ്ലൈ ചെയ്ത് നോക്കി. പക്ഷേ സ്കിന്നിലാവണ കാരണം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കുറേ ഹോം റെമഡീസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുമല്ലോ, അതൊക്കെ അങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കി. പക്ഷേ ഒന്നും തന്നെ അങ്ങനെ റിസൾട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിലെ ബ്യൂട്ടി പാർലറിൽ ത്രെഡ് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇവിടെ റിമൂവ് ചെയ്ത് തരും, ഇങ്ങനത്തെ കുറേ ഉണ്ടല്ലോ സ്കിൻ ടാഗ്. എനിക്ക് ഒരുപാടുണ്ടായിരുന്നു ഫേസിൽ, കണ്ണിൻ്റെ അടിയിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇവിടെ റിമൂവ് ചെയ്ത് തരും 1000 റുപ്പീസേ ആവുള്ളൂ, അതുപോലെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ എടുക്കുള്ളൂ എന്നൊക്കെ ആ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു. പിന്നെ ഇവിടെ ബാംഗ്ലൂർ എത്തിയതിന് ശേഷം ഇതേപോലെ ഞാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്ത് നോക്കി, ഒരു റിസൾട്ടും കിട്ടിയില്ല. അങ്ങനെ ഇവിടെ അടുത്തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരെ പോയിട്ട് കണ്ടു. കാരണം എൻ്റെ സ്കിന്നിൽ ഒരുപാടുണ്ടായിരുന്നു ഫേസിൽ. അപ്പോൾ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വേദന ഉണ്ടാവും, ചെറിയൊരു ഉറുമ്പ് കടിക്കണ പോലത്തെ വേദന ഉണ്ടാവും ഓരോന്നും അതിങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് ഒരുപാടുള്ളതുകൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ വേദന സഹിക്കാൻ പറ്റില്ല. ബ്യൂട്ടി പാർലറിലാകുമ്പോൾ അവർ നമുക്ക് എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്ന ആ ഒരു കെയർ കിട്ടില്ല, അതായത് മരവിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ അവരെ പോയി കണ്ടപ്പോൾ അവരെനിക്ക് ആദ്യം ഒന്ന് അവരെ പോയി കൺസൾട്ട് ചെയ്യണം കേട്ടോ. കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ എനിക്കൊരു മെഡിസിൻ എഴുതി തന്നു. അത് തേച്ചിട്ട് ഒരു 1 അവർ കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വീട് അടുത്തായതുകൊണ്ട് തന്നെ ഞാൻ ആ മെഡിസിനൊക്കെ വാങ്ങി വന്നു. പിറ്റേ ദിവസമാണ് ഞാൻ തേച്ചിട്ട് 1 അവർ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കരിച്ച് കളയാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാകും. പക്ഷേ ഞാൻ ഈ മെഡിസിൻ അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ വേദനയൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഈ കണ്ണിൻ്റെ ഇവിടെയൊന്നും ഞാൻ അങ്ങനെ മെഡിസിൻ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ അവിടുത്തെ കളഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി വേദന. അപ്പോൾ ഞാൻ ഓർക്കും ചെയ്തു നന്നായി, ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്താൽ അവരങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാടുള്ളപ്പോൾ ആ വേദന സഹിക്കാൻ പാടാം. പക്ഷേ ഒരു 5-6 ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം കോസ്റ്റ് എഫക്റ്റീവാണ്. ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് എന്തായാലും കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ ഒരു 1000 ആ ഒരു റേഞ്ചിലാണ് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഒന്ന് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും, രണ്ടാമത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മെഡിസിൻ, അതായത് ഈ മരവിപ്പിക്കാനുള്ള ഒരു മെഡിസിൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ഒരു 5 ദിവസം പുരട്ടാനായിട്ട് ആൻറ്റിബയോട്ടിക് ഓയിൽമെൻറ്റ് തന്നു. എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മെഡിസിൻ, പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു 3000 ആണ് എനിക്ക് ഇവിടെ റേറ്റ് വന്നത് കേട്ടോ. ബാംഗ്ലൂരും ആണ്, കാരണം ബാംഗ്ലൂർ എല്ലാം കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് 3000 ആണ് എനിക്ക് ഇവിടെ റേറ്റ് വന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഇത്രയൊന്നും റേറ്റ് ആവില്ല. ഒരു 2K ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളത് കൺസൾട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്, നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകാം, കുറച്ചുള്ളൂങ്കിൽ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുക. പ്രൊസീജിയർ വളരെ സിമ്പിളാണ്, സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഇതിങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പോയ വാട്സ് ഒരിക്കലും തിരിച്ചു വരുമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നം അതുപോലെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാത്തതിൻ്റെ പ്രശ്നമൊക്കെ കാരണം വീണ്ടും പുതിയത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ ലോഷനൊക്കെ അപ്ലൈ ചെയ്യുക. സൺ എക്സ്പ്ലോഷർ ഇത് വരാൻ ഒരു കാരണമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഫുഡ്, നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക കൂടുതൽ, പിന്നെ അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ഇങ്ങനെ വറുത്ത് പൊരിച്ച ഫുഡൊക്കെ കുറച്ച് കുറയ്ക്കുക, എണ്ണമയമുള്ളത് അങ്ങനെയൊക്കെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫോട്ടോസൊക്കെ സൈഡിൽ, ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ സൈഡിലൂടെ കാണിക്കാം കേട്ടോ. അതായത് എനിക്ക് ട്രീറ്റ്മെൻറ്റിന് മുമ്പേ ഉണ്ടായിരുന്ന ഫേസ് എങ്ങനെയാണ്, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും, ചെറിയ ചെറിയ കറുത്ത സ്പോട്ട്സ് ഉണ്ടാവും കേട്ടോ, ഒരു 5 ദിവസം മാക്സിമം. അതിനുള്ളിൽ അതങ്ങനെ കരിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതങ്ങ് അടർന്നടന്ന് പൊയ്ക്കോളും, വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഒരു 5 ദിവസത്തേക്ക് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒരു ഡോട്ട് പോലെ ഉണ്ടാവുന്നേ ഉള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അത് കഴിയുമ്പോൾ സ്കിൻ നല്ല ക്ലിയർ ആവും. അപ്പോൾ എൻ്റെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ യാതൊരു സ്കിൻ ടാഗോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഫേസിൽ ഇല്ല. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം റിമൂവ് ആയി. ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, വളരെ സമയമൊന്നും എടുക്കില്ല, സിമ്പിളാണ്. അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ നല്ലൊരു ബ്യൂട്ടീഷ്യനെയോ കൺസൾട്ട് ചെയ്തതിന് ശേഷം ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഡൗട്ട് ചോദിച്ചവർക്കും പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.